തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു കൊച്ചു മിടുക്കൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അവൻ്റെ കാവൽ മാലാക കരങ്ങളിൽ 2 ഗ്രന്ഥങ്ങളുമായിട്ട് അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ചോദിച്ചു, ഇതിൽ ഒന്നാമത്തെ പുസ്തകം ഏതാണ്? മാലാക പറഞ്ഞു, കുഞ്ഞെ, ഇത് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പേരുകളടങ്ങുന്ന പുസ്തകമാണ്. ആ പുസ്തകം കാണാൻ അവന് തിടുക്കമായി. അവനുറപ്പായിരുന്നു അവൻ്റെ പേര് അക്കൂട്ടത്തിലുണ്ടാകും. ആ പുസ്തകം കരങ്ങളിലെടുത്ത് അവൻ ഓരോ പേജായി മറച്ചു നോക്കി. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അവൻ്റെ പേര് അവിടെയൊന്നും കണ്ടില്ല. ഒരുപാട് സങ്കടം തോന്നിയ ആ കുഞ്ഞുമിടുക്കൻ മാലാകയോട് ചോദിച്ചു, അടുത്ത പുസ്തകം എന്താണ്? 2ാമത്തെ ഗ്രന്ഥം മാലാക പറഞ്ഞു, ദൈവം സ്നേഹിക്കുന്നവരുടെ പേരുകളാണ്. അവനുറപ്പായിരുന്നു അവൻ്റെ പേര് അവിടെയൊന്നും കാണില്ല. എന്നിട്ടും മാലാക അവൻ്റെ കയ്യിലേക്ക് ആ ഗ്രന്ഥം വെച്ചു കൊടുത്തപ്പോൾ അവൻ പതുക്കെ പേജുകൾ മറച്ചു നോക്കാൻ തുടങ്ങി. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആദ്യ പേജുകളിലൊന്നിൽ തന്നെ അവൻ്റെ പേരുണ്ടായിരുന്നു. പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിൽ ഒരുപക്ഷെ എൻ്റെ പേര് കാണില്ലായിരിക്കാം. മറ്റൊന്ന് തീർച്ചയാണ്, ദൈവം സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിൽ തീർച്ചയായും ഞാനുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയത്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിക്കുന്നത്. വീണ്ടും യോഹന്നാൻ പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപത്തിന് പരിഹാരമായി തൻ്റെ ഏകജാതനെ നൽകുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഒരുപക്ഷെ എന്നെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു വേദന നമ്മുടെ ഉള്ളിലുണ്ടാകാം. ഓർക്കുക, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിലൊന്നും നമ്മൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ചില വീട്ടിൽ എല്ലാ മക്കളും നല്ല നിലയിലെത്തിയിട്ടും ഒരു കുഞ്ഞു മാത്രം ഇത്തിരി താളം തെറ്റിപ്പോകുമ്പോൾ ചില അമ്മമാർ പറയും, അവൻ്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് ആകുലത, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു, ഈ കുഞ്ഞു മാത്രം പാതി വഴിയിലെവിടെയോ ആണ്. തീർച്ചയായും നമ്മളും ഇടറി വീണ ഒരാളായിരിക്കാം, പക്ഷേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ പുതിയ പ്രതീക്ഷയാവട്ടെ. നന്ദി.